തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 16ാമത് അഖണ്ഡനാമ ജപയജ്ഞത്തിനും ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. യജ്ഞ സമാരംഭ സമ്മേളനം ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മാവേലിക്കര കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 16ാമത് അഖണ്ഡനാമ ജപയജ്ഞത്തിനും ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന യജ്ഞ സമാരംഭ സമ്മേളനം ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുന്നൊരു ജന്മമാണ് ഈ മനുഷ്യജന്മം. നികൃഷ്ടങ്ങളായ പല ജന്മങ്ങളും കഴിഞ്ഞ് അവസാനം കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം പലതും പറഞ്ഞ് പാഴാക്കി കളയാതെ ആ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സേവിച്ചുകൊള്ളുക. സമസ്ത അപരാധങ്ങൾ ക്ഷമിച്ച് നമുക്കെല്ലാം മോക്ഷം കിട്ടും. ആപത്തിലും കരണീയം സ്മരണീയം ചരണയുഗമായ ആപത്ത് കാലത്ത് ഈശ്വരന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവാനാണ് ആചാര്യന്മാർ പറഞ്ഞത്. ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുവാൻ, എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുവാൻ പറ്റിയ വള്ളമാണ്, വഞ്ചിയാണ്, തോണിയാണ്, പൊങ്ങുതടിയാണ് ആ പാദം. അതുകൊണ്ട് പാദം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മഹാസമുദ്രത്തെ തരണം ചെയ്യുവാൻ സാധിക്കും. തിമംഗലങ്ങളെ ചുഴികളും കൊടുങ്കാറ്റും തിരമാലകളും ഒന്നും നമ്മളെ ആക്രമിക്കുകയില്ല. വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ഈ സാഗരത്തിന്റെ മറുകരയെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ള സമയങ്ങൾ പാഴാക്കാതെ ഈശ്വരനെ സേവിക്കുക. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തി ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ആചാര്യനാണ് ശ്രീ പള്ളിക്കച്ചൻ. അദ്ദേഹത്തോടൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിനകത്ത് കേരളത്തിന് പുറത്തുമൊക്കെ പോകുവാനും പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. സാധാരണ പാരായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സമയം പോലും നോക്കാതെ താൻ തുടങ്ങുന്നതായ പാരായണം പൂർത്തിയാക്കി മാത്രമേ അദ്ദേഹം മാറുകയുള്ളൂ. വേറൊന്നും ചിന്തിക്കാൻ പറ്റുമില്ല. ആ പറഞ്ഞു തരുന്ന ഓരോ കഥകളിലും നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കത്തക്ക ആ ഭഗവത് കഥകൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും പാരായണങ്ങളും ഒക്കെ. അപ്പൊ അതൊരു വലിയ അനുഗ്രഹമാണ്. അതുപോലുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ക്ഷേത്രതന്ത്രി സുബ്രഹ്മണ്യൻ നമ്പൂതിരി യജ്ഞദീപ പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് രാജൻ ചെങ്കളിൽ അധ്യക്ഷത വഹിച്ചു. യജ്ഞാചാര്യൻ പള്ളിക്കൽ സുനിൽ, പരമേശ്വരൻ നമ്പൂതിരി, വി ഗോപാലകൃഷ്ണൻ, ദീപേഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.